ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ആത്മസ്വരൂപത്തെ അറിയണമെങ്കിൽ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങേണ്ടത് അത്യാവശ്യമാണ്. മനസ്സാണ് ആത്മദർശനത്തിനുള്ള കണ്ണാടി. കണ്ണാടി ശുദ്ധമല്ലെങ്കിൽ, കണ്ണാടിക്ക് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഒരു വസ്തു കണ്ണാടി നോക്കിയാൽ കാണുകയില്ല. നമ്മുടെ മുഖം തെളിഞ്ഞു കാണണമെങ്കിൽ കണ്ണാടിയിൽ അഴുക്ക് പുരളാതിരിക്കണം. അഴുക്കില്ലാത്ത കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖത്തുള്ള അഴുക്കിനെയും അഴുക്കില്ലായ്മയെയും തിരിച്ചറിയാൻ സാധിക്കും. അപ്രകാരം മനസ്സെന്നത് ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് എല്ലാ സാധനയുടെയും പിന്നിലെ ഉദ്ദേശം. അതുകൊണ്ടൊരു കവി പറയുകയാണ്, ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം, ചിത്തസംശുദ്ധിയില്ലേൽ സത്യദർശനം നാസ്തി. ചിത്തസംശുദ്ധിക്കായി നമ്മുടെ ചിത്തം പരിശുദ്ധമാകണമെങ്കിൽ സത്കർമ്മമാചരിക്കാം, നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. സത്യം, ദയ, കാരുണ്യം, പരോപകാരം തുടങ്ങിയ സദ്ഗുണങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പരമ പവിത്രമായിത്തീരും. മനസ്സ് പവിത്രമാവണമെങ്കിൽ സത്കർമ്മങ്ങളാണ്. സത്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ സത്ചിന്തകൾ വേണം. സത്ചിന്തകളുണ്ടെങ്കിലേ സദ്വാക്കുകളുണ്ടാവൂ. സദ്വാക്കുകൾ പറയുന്ന ഒരാൾക്ക് മാത്രമേ സത്പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ചിന്തകൾ ആണ് നന്നാവേണ്ടത്. അപ്പോൾ മാത്രമേ മനസ്സ് നന്നാവൂ, വാക്ക് നന്നാവൂ. വാക്ക് നന്നായാൽ മാത്രമേ പ്രവൃത്തിയും നന്നാവുകയുള്ളൂ. അതുകൊണ്ടാണ് ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം. സത്കർമ്മം ആചരിക്കുന്നതിന് മുമ്പ് നാം ചിന്തിക്കണം, ചിന്ത മുതൽ വാക്ക് കൂടെ ശ്രദ്ധിക്കണം എന്ന്. ചിത്തസംശുദ്ധിക്കായി സത്കർമ്മം ആചരിക്കാം, ചിത്തസംശുദ്ധിയില്ലേൽ സത്യദർശനം നാസ്തി. ചിത്തസംശുദ്ധിയില്ല എന്ന് വരികിൽ സത്യത്തെ ദർശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത് ദർശിക്കേണ്ടതായ കണ്ണാടിയാകുന്ന ആ മനസ്സിനെ ശുദ്ധീകരിക്കുക തന്നെ വേണം. മനസ്സിൽ മാലിന്യമുണ്ടായാൽ ആത്മദർശനം സാധ്യമേ അല്ല. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ നിരന്തരം വിചാരം ചെയ്ത് നമ്മുടെ മനസ്സിലെ അശുദ്ധി എന്താണ്, ചീത്ത ചിന്തകൾ, ചീത്ത വാക്കുകൾ, അത് തന്നെയാണ്. അതുപോലെ അസൂയ, പക, വിദ്വേഷം, പ്രതികാരം, ദേഷ്യം, ഇതൊക്കെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളെയാണ് നാം നീക്കം ചെയ്യേണ്ടത്. ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം, ചിത്തസംശുദ്ധിയില്ലേൽ സത്യദർശനം നാസ്തി.